മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പം നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തന്നെ സ്വയം സന്തോഷിക്കണം. എന്നാലാണ് ആ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ കുട്ടിപ്പട്ടുമാൽ അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പം മറ്റുള്ള ഷോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ റിയാലിറ്റി ഷോസും എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. നമ്മൾ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെഗ്മെൻറ്റ്സ് കൊണ്ടുവരിക, ചിരിപ്പിക്കുക, രസിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മുടെ കുട്ടിപ്പട്ടുമാൽ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ തന്നെ സ്വയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പാട്ടുകൾ, ജഡ്ജസിൻ്റെ കമൻസ്, ഓർക്കസ്ട്ര, അങ്ങനെ നമ്മൾ തന്നെ ആദ്യം സ്വയം അടിച്ചു പൊളിച്ചിട്ട് ആ ഒരു സന്തോഷമാണ് നിങ്ങളിലേക്ക് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലും ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളെല്ലാവരും രസിപ്പിക്കാനും ചിരിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും ഒക്കെ ആയിട്ട്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സോ വെൽക്കം യു ടു നോറ കുട്ടി കുട്ടി കുട്ടിപ്പട്ടുമാൽ, സെലിബ്രേറ്റഡ് ബൈ ചിക്കിംഗ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ തംപാസ് ഇലക്ട്രോണിക്സ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളിതാ നമ്മുടെ ഫിനാലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളുടെ മനസ്സിലും ഒറ്റ എയിം മാത്രമേ ഉള്ളൂ: ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആൽഫ വൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. ദെൻ സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം. ദെൻ തേർഡ് പ്രൈസ് സൂപ്പർനോവ നൽകുന്ന നാനോ കാർ. ഏതായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഒരു 7 സ്റ്റേജിൽ 13 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. ആർക്കായിരിക്കും ആ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമുക്ക് അറിഞ്ഞുകൂടാ. കുട്ടിപ്പട്ടുമാലിൻ്റെ ആസ്വാദനത്തിൽ ഒരുപാട് പങ്കുവയ്ക്കുന്ന ഫാക്ടേഴ്സാണ് നമ്മുടെ ജഡ്ജസ് അല്ലേ. ഒരു ചെറിയ കാര്യം മതി നമ്മുടെ ആദ്യത്തെ ജഡ്ജിന് പൊട്ടിച്ചിരിക്കാനായിട്ട്. നമ്മുടെ സ്വന്തം റഹനത്ത. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിനാണ് അടുത്ത ജഡ്ജിന് കൂടുതൽ താല്പര്യം. ഇത്ര പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫ്രഞ്ച് ഒക്കെ വെച്ച് സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സുന്ദര കുട്ടപ്പനായ നമ്മുടെ ഫിറോസിക്ക. ഏതായാലും ഫിറോസ്ക്ക് ഒരുപാട് തമാശകൾ പറയുമ്പോൾ രഹനത്തെ പൊട്ടിച്ചിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എപ്പോഴുള്ള നമ്മുടെ സച്ചിലെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ സന്തോഷത്തിനിടയിൽ ഒരു പിടി ശുദ്ധമായ സംഗീതവുമായി നമ്മുടെ ഓർക്കസ്ട്ര എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം ചെയ്യാം ദ എൻറ്റയർ ഓർക്കസ്ട്ര ടീം ഓഫ് നോറ കുട്ടിപ്പട്ടുമാൽ. ഏതായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു പിടി നല്ല പെർഫോമൻസുകൾ സമ്മാനിക്കാനായിട്ട് ഗന്ധർവ സംഗീതം ജൂനിയറിലെ കുറേ ഛോട്ടാസ് ഇവിടെ എത്താറുണ്ട് അല്ലേ. അപ്പോൾ ഒരാളെയും കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്, അല്ലെങ്കിൽ വേദിയിലേക്ക് വിളിക്കാനുണ്ട്. ഒരു സ്വീറ്റ് പെർഫോമൻസ് നമ്മുടെ എല്ലാ കുട്ടികൾക്കായിട്ട് പാടിത്തരാൻ. ലെറ്റ്സ് വെൽക്കം ദ ഫൈനലിസ്റ്റ് ഓഫ് ഗന്ധർവ സംഗീതം ജൂനിയർ, അഞ്ജല. അഞ്ജല, ഹോപ്പ് യു ആർ ഫൈൻ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതായത് ഗന്ധർവ സംഗീതത്തിൽ പാടാൻ വരുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ കുട്ടിപ്പട്ടുമാലിൽ പാടണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോഴേക്കും ഓഡീഷനൊക്കെ തീർന്നു പോയി. അങ്ങനെയാണ് ഗന്ധർവ സംഗീതത്തിൽ സെലക്ടഡ് ആയത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടല്ല, ഒരു ഗസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കുട്ടിപ്പട്ടുമാലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗന്ധർവ സംഗീതത്തിലെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് നമ്മുടെ കുട്ടിപ്പട്ടുമാലിനെ പറ്റി ചോദിക്കാം. എങ്ങനെയുണ്ട്? നമ്മുടെ ഷോ കാണാറുണ്ടോ? പിന്നെ ഷോ കാണാറില്ലേ? എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും ഷോ കാണാറുണ്ട്, സ്കൂളിലുള്ള എല്ലാവരും ഷോ കാണാറുണ്ട്. നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒത്തിരി പേരെ ഫാൻസാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ചേച്ചി നിങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും വേണ്ടിയിട്ട്. സോ നമ്മുടെ കുഞ്ഞു അവൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാ പാടിക്കൊടുക്കാൻ പോണേ? ഞാൻ മിൻമിനി ചേച്ചി പാടിയ പൊന്നുമോളെ എന്തിനാണ്. നല്ലൊരു സോങ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവരെയും അറിയാലോ, നമ്മുടെ കുട്ടിപ്പട്ടുമാലിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടീസും നമ്മൾ വിളിച്ചില്ലെങ്കിലും ഓടി വരും. അപ്പൊ നമുക്ക് അവരെ വിളിക്കാം. പൊന്നുമോളെ എന്തിനാണ് നാണം നാണം, പൊൻപവിഴ ചുണ്ടിൽ പുതിയൊരു ഈണം ഈണം, ഊരിക്കെന്തിന് പൊന്നും മിന്നും വേണം വേണം, പൂനിലാവിൻ നൊളിയും തോറ്റു പോണം പോണം, പൊന്നുമോളെ എന്തിനാണ് നാണം നാണം, പൊൻപവിഴ ചുണ്ടിൽ പുതിയൊരു ഈണം ഈണം, ഊരിക്കെന്തിന് പൊന്നും മിന്നും വേണം വേണം, പൂനിലാവിൻ
അഞ്ജലി കുട്ടി. താങ്ക് യു സോ മച്ച്. സച്ച് എൻ എക്സലൻറ്റ് സിംഗിങ്. സത്യം പറഞ്ഞാൽ അസൂയ തോന്നുന്നുണ്ട്. കാരണം ഈ മുത്തിനെ ഗന്ധർവ സംഗീതത്തിലേക്ക് വിട്ടു കൊടുക്കേണ്ടിയിരുന്നില്ല. നമ്മുടെ കുട്ടിപ്പട്ടുമാലിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ശരിക്കും വിചാരിച്ചു പോവാണ്. ശരിക്കും വി മിസ്ഡ് യു കേട്ടോ. എന്ത് പറയാനാ, ഓഹ് അസാധ്യമായി പാടി കേട്ടോ. താങ്ക് യു സർ. ഭയങ്കരമായിട്ട് പാടി. കോമ്പറ്റീഷൻ അല്ല, ജഡ്ജ്മെൻ്റ് അല്ല, എന്നാലും മോള് പാടിയത് കേട്ടാൽ പറയാതിരിക്കാൻ തോന്നില്ല. ഒരുപാട് വാക്കുകൾ വരുന്നു. അസാധ്യമായിട്ട് പാടി. പിന്നെ ഞാൻ മനസ്സിന് ഒരുപാട് സന്തോഷം, ഞങ്ങൾക്കൊക്കെ തോന്നുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു ന്യൂസ് ഞങ്ങൾ കേട്ടു. അതെന്താ ന്യൂസ് എന്നറിയോ? ഒരു സിനിമയിൽ പാടിയല്ലേ? അതെനിക്ക് എന്തായിരുന്നു അനുഭവം ഒന്ന് പറയൂ. അത് സത്യം പറഞ്ഞാൽ കൈരളിയിൽ ഗന്ധർവ സംഗീതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അതിനോടാണ് നന്ദി പറയാനുള്ളത്, ഗന്ധർവ സംഗീതത്തിനോടും കൈരളിയോടും. കാരണം എനിക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്തപ്പോൾ പാനലുണ്ടായിരുന്നതാണോ ഔസേപ്പച്ചൻ സാർ. അപ്പം സാറാണ് എനിക്ക് ഒരു ഓഫർ തന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്കൊന്ന് കേൾക്കണ്ടേ ആ പാട്ട്? ചെറിയൊരു ഭാഗം ഒന്ന് പാടാം, കുറച്ച് ഭാഗം. ഇണക്കമുള്ള പിന്നെ ഇനി നീ എൻ മണവാട്ടി, ഇണക്കമുള്ള പിന്നെ ഇനി നീ എൻ മണവാട്ടി, മിനുക്കമുള്ള കണ്ണിൽ പുതുനാണം തിരിനീട്ടി, നീ എനിക്കെൻ്റെ ചുണ്ടിലെന്നും പ്രേമ പാൽ പായസം, ചൂടാറും മുമ്പേ ഉണ്ണുലേ നീ ഹൃദയനേദ്യമാകെ. ഇത് പേരായിരുന്നു, കപ്പിൾ, ഐ മീൻ നജീമിന്റെ കൂടെ പാടിയതല്ലേ? ഓ നജീം അസാധ്യ സിംഗർ അല്ലേ, നന്നായി പാടുന്ന കുട്ടിയല്ലേ. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഒരു സ്പെഷ്യൽ ഒരു കുട്ടിപ്പാട്ടുമായിട്ടാണ് നമ്മുടെ റിഫക് മോൾ ഇവിടെ എത്താൻ പോണേ. നമുക്ക് സ്വാഗതം ചെയ്യാം റിഫ. റിഫ ചേച്ചി, അങ്ങനെ ഇത്തവണയും കുട്ടിപ്പാട്ട് പാടാൻ ഇങ്ങനെ തിളങ്ങിയിട്ടാ വന്നിട്ടില്ലേ അല്ലേ? ഇതാര് വാങ്ങിച്ചു തന്ന ഡ്രസ്സാ? അപ്പൊ ഇത്തവണ ഫുൾ അവരാണല്ലേ സ്പോൺസർ ചെയ്യണേ. അതിന് മാച്ചായിട്ടുള്ള ഐ ഷാഡോ, ഇതിലും യെല്ലോ ഷെയ്ഡ്, എന്റെ ഫേവറേറ്റ് കളർ യെല്ലോ ആണല്ലോ അല്ലേ? അപ്പൊ മോള് ഏത് കാറ്റഗറിയിലെന്ന് പാടാൻ പോണേ? എലിപ്പടയിലാണ് അല്ലേ? ഓക്കെ മോളു. ആൻഡ് എന്തെങ്കിലും കഥ പറയുന്നില്ലേ ഇതിൽ കൂടെ? കഥയൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടിട്ട് പാടുക. ആരെ കമ്പോസ് ചെയ്ത് തന്നെ? ഓക്കെ, അപ്പൊ ഇതെല്ലാം നല്ലപോലെ പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
ഹരിശം തണിന്താരേ എലിമോനും മരിമകൻ താൻ അടങ്കല്ലൊരു പൊത്തിൽ അമർന്ന് കൊണ്ടിരിക്കും നേരം വിരിക്കേ എലികൾ മുമ്പിനാ ചെയ്ത് പുരക്കകത്തെ വല്ലി സുബഹിക്ക് അന്നുണന്നവൾ എതിർക്കും നേരം വിരികാവൾ ബാലിച്ചയലും വന്നെടുത്ത് പട്ടും വാരിയൊടുക്കുമ്പോൾ എലി വെട്ടി കമർത്ത് കണ്ടാം തിരികെ അവൾ പാത്ത് ഉറി തപ്പി നടക്കും നേരം കാലിൽ കയർ തടഞ്ഞവൾ വീണ് മുഖം കുത്തിപ്പോൾ ഹരിശം തണിന്താരേ എലിമോനും മരിമകൻ താൻ അടങ്കല്ലൊരു പൊത്തിൽ അമർന്ന് കൊണ്ടിരിക്കും നേരം വിരിക്കേ എലികൾ മുമ്പിനാ ചെയ്ത് പുരക്കകത്തെ വല്ലി സുബഹിക്ക് അന്നുണന്നവൾ എതിർക്കും നേരം. റിഫമോൾ അങ്ങനെ 7th സ്റ്റേജിൽ 2 പാട്ടും പാടിക്കഴിഞ്ഞല്ലേ? ഞാൻ പാടിക്കഴിഞ്ഞപ്പോ ഓ കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞില്ലേ? ചെറുതായിട്ട് ഞങ്ങളെല്ലാരും കണ്ടു. അപ്പൊ മോളു ഏതായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി, നമ്മുടെ ജഡ്ജസിന് ഇഷ്ടമായെന്ന് ചോദിക്കാം. രഹനത്ത, ശരിക്കൊരു കുട്ടി ജാനകിയമ്മയുടെ അല്ലേ? ചില സ്ഥലത്ത് ഇന്ന് ഈ പാട്ട് എനിക്ക് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ വോയിസിലൊക്കെ ജാനകിയമ്മ പാടുന്ന ആ ഒരു ടോണൊക്കെ എനിക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ. മോളങ്ങനെ ഒത്തിരി ജാനകിയമ്മയുടെ പാട്ട് പാടാറുണ്ടോ മോള്? ഏതെങ്കിലും അറിയോ? ഒരു 2 വരി ഒന്ന് പാടൂ. ഒന്നാനാം കുന്നിറങ്ങി വാവാ അമ്മാനം മാടിയാടി വാവാ മാൻകിടാവേ നീ തേൻകിനാവേ നീ കണ്ണിന്നനന്തമേ കൂടെ വാ ഒന്നാനാം കുന്നിറങ്ങി വാവാ അമ്മാനം മാടിയാടി വാവാ. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? പിന്നെ ആ പ്രാക്ടീസിൻ്റെ ഇത് മോള് നന്നായിട്ട് തന്നെ അറിയുന്നുണ്ട്. ഇപ്പം ബ്രീത്തൊന്നും വല്ലാണ്ട്, മറ്റേത് ഇടയ്ക്കൊക്കെ വെള്ളം ഇറക്കി ഇനി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയേണ്ടി വരും ഇല്ലേ? അതൊക്കെ മാറ്റി വെച്ചു. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ. പിന്നെ ഇത് ഒരേ ട്യൂൺ അങ്ങനെ പോവുകയാണ്. വേർഡ്സ് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടേ ഉള്ളൂ ഈ പാട്ടിൽ. നന്നായിട്ട് തന്നെ, അതാണ് നന്നായിട്ട് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രഹനത്ത. ഫിറോസിക്ക, റിഫക്കുട്ടി ഇത്ത താങ്ക് യു എന്ന് പറയുന്ന കേൾക്കാൻ എന്ത് രസമാണ്. നന്നായി പാടി കേട്ടോ, ഉഷാറായി പാടി. ഇത് ഏതാ കഥ? എലിപ്പട. എലിപ്പടയിൽ ആദ്യ ഭാഗത്തുള്ളൊരു കവിതയാണിത് അല്ലേ? കഥയൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ? നന്നായി പാടി കേട്ടോ. ഒരു സ്ഥലം എനിക്ക് ഇളകി വന്നൊരു രാവിലെ എലികൾ എന്നാന്ന് പാടിയില്ലേ? കുറച്ച് ശ്രുതി മോൾക്ക് മനസ്സിലായി അതല്ലേ? അവിടെ കുറച്ച് ശ്രുതി ഇറങ്ങിപ്പോയി. ബാക്കി എല്ലാ സ്ഥലവും നന്നായി കേട്ടോ. താങ്ക് യു എന്ന് പറയും. താങ്ക് യു. ഓ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു ഫിറോസിക്ക. അപ്പൊ ഇനി നമുക്ക് സജിലെടുത്ത് ചോദിക്കാം. താങ്ക് യു ഇതല്ലേ പറയാ സജില? നല്ല ഡ്രസ്സാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് മോളെ കാണാൻ. പാട്ടിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, യു ട്രൈഡ് യുവർ ബെസ്റ്റ്. നന്നായിട്ട് പാടി കേട്ടോ. ആ ഒരു ട്രഡീഷണൽ ഓളം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സജില ആൻഡ് ഓൾ ജഡ്ജസ്. സെപ്പറിഫ ബൈ ബൈ. പോവല്ലേ? മാർക്ക് വേണോ? മാർക്ക് കൊടുക്കണോ? വിഷമിക്കണ്ട, മാർക്ക് തരാം. തരട്ടെ? 39 മാർക്ക്. ഇത് വാങ്ങാതെ പോയിരുന്നെങ്കിൽ അല്ലേ? 39 out of 40. ഫിറോസിക്ക out of 40. റിഫക്കുട്ടിക്ക് 39. 39 again out of 40. Then Sajla out of 20. വലിയൊരു ടഫ് സോങ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് കുറച്ച് മാർക്ക് കുറക്കുന്നത്. 18.5 ആണ്. മോളുടെ ടോട്ടൽ സ്കോർ 96.5 ആണ് ഔട്ട് ഓഫ് 100. അപ്പോൾ ഇതെല്ലാം ഗ്രേറ്റ് സ്കോർ. കാണാം കേട്ടോ അടുത്ത റൗണ്ടിൽ. താങ്ക് യു ചേച്ചി. ചുമ്മാ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ, സീരിയസ് ആക്കി എടുത്തോ? ഇല്ല, അതാണ് നമ്മുടെ റിഫക്കുട്ടി. അപ്പോൾ ഏതായാലും ഈ കുട്ടി ജാനകിയമ്മയുടെ പാട്ടിന് ഇനി നമുക്ക് അടുത്ത റൗണ്ട് വരെ വെയിറ്റ് ചെയ്യണം. 2 പെർഫോമൻസുകൾ കഴിഞ്ഞു അല്ലേ? പിന്നെ നമുക്ക് എലിമിനേഷൻ റൗണ്ടിൽ കാണാം.
ബൈ ബൈ. ആളിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അതായത് എൻ്റെ നാട്ടിലെ വിശേഷം എനിക്ക് പറയാനുണ്ട്, ഒന്ന് പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞോട്ടേന്ന് ചോദിച്ചിട്ട് എൻ്റെ പിന്നാലെയായിരുന്നു ബ്രേക്ക് ടൈമിൽ നമ്മുടെ ഫൈസൽ. അപ്പോൾ ഫൈസലിൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം അല്ലേ? ലെറ്റ്സ് വെൽക്കം ഫൈസൽ. ഫൈസൽ, ചേച്ചി വെൽക്കം ബാക്ക് അഗെയിൻ. താങ്ക് യു. ഈ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും സുന്ദരനാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നും അല്ലേ? ആർക്കത് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത? ഹലോ, തന്നോടാ നാണം വന്നിട്ട് വയ്യ. നമ്മൾ എന്താ പറയുക, കുട്ടിപ്പാട്ട് പാടാനായിട്ട് ഫൈസൽ വന്നപ്പോൾ സജ്ല ഇഞ്ച് എപ്പിക്കണ്ടായി ഷോട്ടാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ശീലമാക്കി എടുത്തല്ലേ? ശരി, എന്തായാലും സുന്ദരനായിട്ടുണ്ട്. ഇന്ന് എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് നമ്മുടെ ഫൈസൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഫൈസൽ, നാട് എവിടെയായിരുന്നു? മലപ്പുറത്ത് ഒരുപാട് വിശേഷങ്ങളില്ലേ നമ്മുടെ അടുത്ത് പറയാനായിട്ട്. അപ്പൊ ഇതിലും ഇപ്പൊ പറയണ്ട, നമുക്കൊന്ന് കണ്ടറിയാം അല്ലെ ആ വിശേഷങ്ങൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ് ക്ലിപ്പ്. കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ, മനമേറും പൊന്നുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ, മനമേറും പൊന്നുറുമാൽ, അഴകോലും പാട്ടുറുമാൽ, അഴകേറും പട്ടുറുമാൽ, അഴകോലും പാട്ടുറുമാൽ, അഴകേറും പട്ടുറുമാൽ, കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ. ഇത് ഞങ്ങളുടെ ഫൈസൽ, ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ അഭിമാനമാണ് ഫൈസൽ. ഞങ്ങളുടെ വിദ്യാലയത്തിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സബ് ജില്ലാ മേളകളിലും ജില്ലാ മേളകളിലും വിദ്യാലയത്തിൻ്റെ പേരും പെരുമയും മലപ്പുറം ജില്ലയിൽ മുഴുവൻ എത്തിക്കുന്നതിൽ ഫൈസലിന് വലിയ പങ്കുണ്ട്. ഞാൻ PH അബ്ദുള്ള മാസ്റ്റർ, കേരള മാപ്പിളകലാ അക്കാദമിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഫൈസു എന്ന് വിളിക്കുന്ന ഫൈസൽ കാരാട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രം സ്വത്തല്ല, കലാ കൈരളിയുടെ പൊതുസ്വത്തായി മാറിയിരിക്കുന്നു. സത്യത്തിൽ വലിയൊരു പ്രോത്സാഹനമൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഫൈസൽ ഇന്ന് ഈ രംഗത്തെത്തുന്നത്. ഇതിൽ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു ഘടകം കൈരളി ചാനലിൻ്റെ കുട്ടിപ്പട്ടുറുമാൽ തന്നെയാണ്. മാപ്പിള പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ, മാപ്പിള പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ. കുട്ടിപ്പട്ടുറുമാലിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. എല്ലാ എപ്പിസോഡും ഞാൻ കാണുന്നുണ്ട്. ഇവനെനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങളെ കാരാട്ട ബുക്സാണ് ഇവൻ. ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ട എല്ലാതും ഇവൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാം പാപ്പ എന്നോട് വന്ന് പറയും, പിന്നെ ഇന്നുണ്ട് ദിവസം ഉണ്ട്, അത് കാത്തു നിൽക്കാൻ ഞാൻ. കരണ്ട് പോയിക്കാച്ച വലിയ വ്യസനമാണ്. അത്ര ഇതിലാണ് എനിക്ക് അവനോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. ഞങ്ങളെ കാരാട്ട അഭിമാനമാണ്. ഫൈസുക്കുട്ടാ, അങ്ങനെയായിരുന്നു അല്ലേ പേര്? ഫൈസു എന്നാണ് നാട്ടിലെല്ലാവരും വിളിക്കണേ. 7th സ്റ്റേജ് വേണ്ടിയോന്ന് ഞങ്ങൾക്ക് അതൊക്കെ അറിയാനായിട്ട്. എന്തായാലും ഞങ്ങൾ ഇനി മുതൽ ഫൈസു എന്നേ വിളിക്കുള്ളൂ കേട്ടോ. ദെൻ എത്ര ആൾക്കാരെ ഫൈസലിനെ സ്നേഹിക്കുന്ന എത്ര ആൾക്കാരാണ് നാട്ടിലുള്ളത്? ഏറ്റവും സിൻസിയറായിട്ട് ആ ഒരു അപ്പൂപ്പൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് കറണ്ട് പോയി അത്രയും വിഷമമായിരുന്നല്ലോ, അത്രയും ഫൈസലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം എന്നും 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 അവരുടെ മനസ്സിലുണ്ടാവട്ടെ. അത് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല പാട്ടുകൾ അവർക്കായിട്ട് പാടിക്കൊടുക്കുക. ആൻഡ് ഇന്ന് നാട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ടും ഏത് പാട്ടാണ് പാടാൻ പോണേ? ഷെരീഫ് കവാടിയ മെഹന്തി നിർമ്മാണം. ഓക്കെ, ഷെരീഫ് കാടെ സോങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ചാലഞ്ചിങ് സോങ് തന്നെയാണ്. നല്ലപോലെ പാടും കേട്ടോ. ആൻഡ് നാട്ടിലുള്ളവരെല്ലാവരും ഇപ്പോൾ അതാ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഫൈസലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നല്ലപോലെ പാടും. ഓൾ ദി ബെസ്റ്റ്. മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ, മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ, മഴവിൽ അഴകുള്ള മധുര ചിരിയുള്ള ബദറുൽ മുനീറൊത്ത മാരൻ വന്നേ, ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ, ഹരേ ആകെയാ ആകെയാ ദിൽ ചുറാ
നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മമസഖിയായി പ്രിയതോഴൻ പുണരുന്ന കനവ് കണ്ടോ, മനതാളം അനുരാഗം ശ്രുതി മൂടിടുന്ന വണ്ടോ. മമസഖിയായി പ്രിയതോഴൻ പുണരുന്ന കനവ് കണ്ടോ, മനതാളം അനുരാഗം ശ്രുതി മൂടിടുന്ന വണ്ടോ. പൂങ്കുടിലിൽ നിന്റെ പൂങ്കവിളിൽ പൂക്കുമല്ലോ നല്ല പൂമുട്ടുകൾ, നിന്റെ വിഴികൾ തിന്നന്തു തിളക്കം, നറുവിഴിയിൽ ഇന്നന്തു പുളകം, നിന്റെ കൺകളിൽ കാണുന്ന പ്രണയം ആദര മധുരം നേടും നാള്. ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ, ഹരേ ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മഴവിൽ അഴകുള്ള മധുര ചിരിയുള്ള ബദറുൽ മുനീറൊത്ത മാരൻ വന്നേ. ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ, ഹരേ ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നെടി സ്വർണ്ണത്തേരിൽ. മഴവിൽ അഴകുള്ള മധുര ചിരിയുള്ള ബദറുൽ മുനീറൊത്ത മാരൻ വന്നേ. ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ, ഹരേ ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ. ആകെയാ ആകെയാ ദിൽ ചുറാനെ വോ ആകെയാ. അങ്ങനെ ഫൈസുദ മലപ്പുറത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് പാടി. ആൻഡ് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, തകർത്ത് വച്ചു. റോക്കിംഗ് ആയിരുന്നു, ഒരു തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചു. കണ്ടോ, എന്താണ് ഇവർക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ നമ്മുടെ പ്രേക്ഷകരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ഈ പാട്ടിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് നമ്മുടെ ജഡ്ജസ് ഫസ്റ്റ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജഡ്ജസ് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയില്ല. ചോദിക്കാം ആദ്യം ഫിറോസ്ക്കരുടെ അടുത്ത്. ഫിറോസിക്ക, വിഷ്വല് കണ്ടു, സന്തോഷമായി. എനിക്ക് ഏറ്റവും സന്തോഷമായത് അബ്ദുള്ളക്കയെ ആ വിഷ്വലൊന്ന് കാണാൻ പറ്റി എന്നുള്ളത്. PH അബ്ദുള്ളക്കയെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. PH അബ്ദുള്ളക്ക ആരാണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മാപ്പിളപ്പാട്ട് ഇന്ന് മലബാറിൽ നിലനിൽക്കുന്നതിൽ മാപ്പിളകലാ അക്കാദമി വഴി വലിയൊരു പങ്ക് വഹിച്ച ഒരു മഹാനായ കലാകാരനാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ദൈവം സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? വളരെ ഹിറ്റായൊരു പാട്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ പാടി തുടങ്ങുന്ന കാലഘട്ടത്തിൽ അന്നത്തെ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പം മീശാന്നോ അല്ലെങ്കിൽ മധുവർണ്ണ പൂവല്ലി എന്നൊക്കെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കേട്ട, നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ കേട്ട പോലെ നിങ്ങളുടെ ഈ തലമുറയിലെ വളരെ ഹിറ്റായൊരു പാട്ട് ഷെരീഫ് പാടി ഗംഭീരമാക്കിയ നല്ലൊരു പാട്ട്. അത് മനോഹരമായിട്ട് പാടി. താങ്ക് യു. അവസാനത്തെ പല്ലവിയിലേക്ക് കടന്നു പോയപ്പോൾ ഓർക്കസ്ട്രയുടെ ഒരു പവർഫുൾ ബാക്കിംഗ് കൊണ്ടാണോ എന്നറിയില്ല, മോനൊരു ലേശം ഒന്നിങ്ങനെ ശ്രുതിയിൽ നിന്ന് കുറച്ച്, മോൻ്റെ പേരിൽ, മോൻ്റെ നാട്ടിൽ ഹിറ്റായ ഈ പാട്ട് ഇനി ഫൈസലിൻ്റെ പേരിലും കൂടി അറിയപ്പെടും, ഉറപ്പാ. സ്റ്റേജിലൊക്കെ പാടാം. ഈ എപ്പിസോഡ് വന്നാൽ ആവശ്യപ്പെടും പലരും, മെഹന്തി നിറമുള്ള ഒന്ന് പാടുമോ ഫൈസലേ എന്ന് ചോദിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് ഫിറോസ്ക. റഹ്നത്ത, ഫൈസൽ നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ട് തന്നെ മോന് തിരഞ്ഞെടുത്തു. എനിക്ക് തോന്നുന്നു ആ പാട്ട് ശരിക്കും എനർജി കുറച്ച് വേണം ആ പാട്ട് പാടാൻ. അത് മോൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മോൻ ആ ഒരു തിങ്സൊക്കെ കുറേയൊക്കെ ഇപ്പോൾ കുഞ്ഞല്ലേ, പക്ഷേ ശ്രമിച്ചാൽ വലിയ ആളാകുമ്പോഴൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മോൻ അങ്ങനത്തെ തിങ്സൊക്കെ വരും. പിന്നെ ഇനി മോന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ശ്രുതി വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം അത് ചില സ്ഥലത്ത് നമുക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എൻഡിലൊക്കെ നേരത്തെ ഫിറോസ്ക പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. കാരണം കോമ്പറ്റീഷൻ ടഫായതുകൊണ്ടാണ് കേട്ടോ.
കോമ്പറ്റീഷൻ ടഫായതുകൊണ്ട് മാത്രമല്ല, നമുക്ക് എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ശ്രുതി വേണം പാടാൻ കേട്ടോ. ഒരുപാട് തവണ പറഞ്ഞതാണ്, നന്നായിട്ട് പാടാൻ കഴിവുള്ള കുട്ടിയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. സ്കൂളിലൊക്കെ കണ്ടില്ലേ, നല്ല മാഷ്മാർ പറയണു, പിന്നെ ഒരുപാട് മോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു റഹനത്ത. നൗ വി ആർ മൂവിങ് ഓൺ ടു സച്ല. നമ്മുടെ ഷെരീഫ് കാർഡ് വളരെ ഹിറ്റായിട്ടുള്ള സോങ് അല്ലേ, നല്ല കിഡിലനായിട്ട് തന്നെ പെർഫോം ചെയ്തു കേട്ടോ. നല്ല എനർജി ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ. ആ എനർജി ഞങ്ങളിലും എത്തിക്കാൻ സാധിച്ചു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസൊക്കെ കൈയടിക്കുന്നുണ്ടോ, ലാസ്റ്റ് അവസാനമൊക്കെ ആകുമ്പോഴേക്കും അയച്ചാൽ അവിടെ നിന്ന് എണീറ്റിട്ട് ഡാൻസൊക്കെ കളിക്കുന്നത് തോന്നിപ്പോയി. അത്രയ്ക്കും എനർജി ആയിരുന്നു മേളിലിരിക്കുന്ന ആൾക്കാർ മൊത്തം. നന്നായി പാടി കേട്ടോ. എനിക്ക് നല്ല മെച്യൂരിറ്റി സിംഗിങ് ആയിട്ട് തോന്നി. നല്ല കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ. പിന്നെ ചെറിയ കുട്ടികളാണ് ഇവിടെ നിന്ന് പാടുന്നതെന്ന് പറയില്ല കേട്ടോ. എല്ലാവരുടെയും സിംഗിങ് കേൾക്കുമ്പോൾ നല്ല വലിയ വലിയ ആൾക്കാർ നിന്ന് പാടുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത്. നല്ലൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, മോൻ ചിരിച്ചുകൊണ്ടാണ് പാടുന്നത്. നല്ലൊരു കാര്യമാണ് കേട്ടോ. കുറേ കുട്ടികൾ കണ്ട് പഠിക്കാണ്ട്. നമുക്ക് കാണാനപ്പോൾ നല്ല രസമാണ് സ്റ്റേജിൽ ഇങ്ങനെ ചിരിച്ച് പാടുന്നൊക്കെ കാണുമ്പോൾ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ നന്നാവും കേട്ടോ. ശ്രദ്ധിക്കും. താങ്ക് യു സോ മച്ച് സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. ഫൈസു, സന്തോഷമായോ? കാരണം എത്ര ഫുൾ പ്ലസ്സുകളാണ് നമ്മുടെ ജഡ്ജസ് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നുള്ള ഈ 7th സ്റ്റേജിൽ നിൽക്കുന്ന ഫൈസൽ എത്രമാത്രം മാറിയല്ലേ. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും സംസാരിച്ച് തുടങ്ങി, ഡാൻസ് ചെയ്ത് തുടങ്ങി, ചിരിച്ചു തുടങ്ങി, കളിച്ചു തുടങ്ങി. അങ്ങനെ ഓവറോൾ ഫൈസൽ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 7th സ്റ്റേജിൽ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി പാടിയ ഈ പാട്ടിന് എത്ര മാർക്സ് ആണെന്നുള്ള ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ആദ്യമായിട്ട് റഹനത്ത, ഔട്ട് ഓഫ് 40. 38.5. 38.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40. ഫൈസലിന് 38.5. 38.5 again out of 40. Then Sachla, 18.5. Thank you Sachla, thank you all judges. അങ്ങനെ നമ്മുടെ ഫൈസുവിന്റെ ടോട്ടൽ സ്കോർ 95.5 ആണ് ഔട്ട് ഓഫ് 100. ഗ്രേറ്റ് സ്കോർ. അപ്പോൾ മോനു, കൺഗ്രാറ്റ്സ്. ഇനി അപ്പോൾ നമ്മൾ വീണ്ടും പാക്കുന്നത് നമ്മുടെ എലിമിനേഷനിലായിരിക്കും. അപ്പം കാണാം. ഓക്കെ, ബൈ. അടുത്തതായിട്ട് ഒരു കുട്ടി സാഹിത്യം എടുത്തുകൊണ്ട് ഒരു കുട്ടി പാട്ട് പാടാനായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ കുട്ടി പട്ടുറുമാലിൽ എത്താൻ പോകുന്ന നമ്മുടെ രാഹുലാണ്. സ്വാഗതം ചെയ്യാം രാഹുൽ. രാഹുൽ, വെൽക്കം ബാക്ക് അഗെയിൻ. അങ്ങനെ നമ്മുടെ 7th സ്റ്റേജിലെ ലാസ്റ്റ് സോങ് അല്ലേ? അപ്പോൾ കുട്ടിപ്പാട്ടാണ്. ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ ചത്തിയും വിളമ്പറ്റ് കരിഞ്ഞു. ഓക്കെ, നല്ലപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പാടും കേട്ടോ. ചത്തിയും വിളമ്പറ്റ കരിങ്കിരി വരുവാനും ചൂരിത മികച്ചുള്ള ഉടുമ്പും കൂട്ടം പുത്തിയും ഹിക്കുമത്ത് ചതിച്ചയും കവുസലവും പെരുത്തവൻ കുറുക്കനും പുരുഷാരാവും വെള്ളത്തോട് ഒരുമിച്ച് വരുവാനും യശുദീപിൻ വെള്ളത്തിൽ ഇരിക്കും കൽവതിനും കത്ത് മത്തിര പകയോരോട് എതിർപ്പട പൊരുതുവൻ മടിയാതെ വരണമെന്ന് ശ്രുതി വിട്ടാർ മത്തിര പകയോരോട് എതിർപ്പട പൊരുതുവൻ മടിയാതെ വരണമെന്ന് ശ്രുതി വിട്ടാർ മടിയാതെ വരണമെന്ന് ശ്രുതി വിട്ടാർ യേശുദി വിട്ടാർ യേശുദി വിട്ടാർ മാർപ്പാനെ വരുന്നോനെ പിടി പതുപ്പായി മട്ടാക്കി വിടുത്തവർ പടകൂട്ടുമാടുങ്കലും മാർപ്പാനെ വരുന്നോനെ പിടി പതുപ്പായി തിട്ടോമായവർ വരും വശിക്കെത്തി തടുപ്പാൻ തമർത്തിക്കൊന്ന് ഓടുക്കാനും പിട കൊടുത്താൽ ഒട്ടെല്ലാ പേരും പൂച്ച പൂറപ്പെട്ട് നാട കൊണ്ട് ഓരോരോ തലം പറ്റി പതിത്ത് നീണ്ടാർ ഓരോരോ തലം പറ്റി പതിത്ത് നീണ്ടാർ പതിത്ത് നീണ്ടാർ പതിത്ത് നീണ്ടാർ നീണ്ടെ പിന്നേലിരാശൻ പെരുച്ചായ് മുന്നായച്ചുള്ള നികളം കത്തതു കണ്ട
കൂട്ടം പടയാളർ ഉന്നുവൻ കറുത്തലി പടവരവേ എന്റെ പിൻ കൂറപ്പേട്ട ഒരു കൂട്ടം പടയാളർ എമ്പുവൻ വെളുത്തലി പടവരവേ എമ്പുവൻ വെളുത്തലി പടവരവേ 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 പരവേ പിന്നൊരു കൂട്ടം പടയാളർ അവർ നാമം വീട്ടിലി ഭീതം ഭീതം പടവരവേ നിരന്നൊരു അണിപെരി ശരിയായിട്ടൊരു കൂട്ടം നത്തെലി പുരുഷരം പടവരവേ നിരന്നൊരു അണിപെരി ശരിയായിട്ടൊരു കൂട്ടം നത്തെലി പുരുഷരം പടവരവേ തിറത്തോടെ പുറപ്പെട്ട ഒരു കൂട്ടം പടയാളർ ഇണ്ടലി പുരുഷരം പടവരവേ ഉളരി വന്ന് ഒരു കൂട്ടം പടയാളർ അവർ നാമം ഊശികനെലിയെന്നോൻ പടവരവേ ഊശികനെലിയെന്നോൻ പടവരവേ 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 മരിച്ചു വന്ന് ഒരു കൂട്ടം പടയാളർ അവർ നാമം മൂഷികനെലിയെന്നോൻ പടവരവേ ചിതത്തോടെ പുറപ്പെട്ടാർ ഒരു കൂട്ടം പടയാളർ ചുണ്ടേലി ചുരുതിയാൽ പടവരവേ ചിതത്തോടെ പുറപ്പെട്ടാർ ഒരു കൂട്ടം പടയാളർ ചുണ്ടേലി ചുരുതിയാൽ പടവരവേ കുതിച്ചു വന്ന് ഒരു കൂട്ടം പടയാളർ അവർ നാമം ഉണ്ടലി കുതിച്ചുവൻ പടവരവേ കരുത്തോടെ പുറപ്പെട്ട ഒരു കൂട്ടം പടയാളർ കാട്ടിലി കഠിനത്തിൽ പടവരവേ അന്ന് വന്ന് ഒരു കൂട്ടം പടയാളർ അവർ നാമം ഊശികനെലിയെന്നോൻ പടവരവേ ഊശികനെലിയെന്നോൻ പടവരവേ 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 രാഹുൽ ഇങ്ങനെ കുട്ടിപ്പാട്ട് പാടിക്കഴിഞ്ഞല്ലേ എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണേ? ഒന്നുമില്ല, വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ലേ? രാഹുൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല. നമുക്ക് ജഡ്ജസിനെ അടുത്ത് ചോദിക്കാം. വിഷമിക്കരുത്, രാഹുൽ കഴിഞ്ഞ റൗണ്ടിൽ എത്ര നല്ല മാർക്സ് വാങ്ങിയ കുട്ടി. അയ്യോ, രാഹുലിനെ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിട്ടുള്ളേ. ചോദിക്കാം നമുക്ക്. നല്ല കുട്ടിയായിട്ട് നിൽക്കും, കണ്ണൊക്കെ തുടച്ചിട്ട് നല്ല മിടുക്കനായിട്ട് നിന്നാലേ നമ്മൾ ചോദിക്കുള്ളൂ. ചിരിച്ചേ, പിന്നെ ഒന്നും പറ്റിയില്ലല്ലോ പാട്ടിന്. നമുക്ക് ചോദിക്കാം ജഡ്ജസിൻ്റെ അടുത്ത്. ജഡ്ജസ് ഒന്നും പറഞ്ഞിട്ടില്ല, മിടുക്കനായിട്ട് നിൽക്കൂ. ഇത് രാഹുലിൻ്റെ അമ്മയെ കൂടെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, ചോദിക്കട്ടെ? നമുക്ക് ചോദിക്കാം. രാഹുൽ, അതിനു മുമ്പ് എങ്ങനെയാണ് ഇപ്പം റീസെൻ്റ്ലി എവിടെയാണ് ഇനോഗ്രേഷനൊക്കെ പോയത്? റീസെൻ്റ്ലി എവിടെയാണ് പോയത്? കുറേ സ്ഥലത്ത് പോയി. ആൻഡ് നമ്മുടെ അവിടുത്തെ ഷോ, അബുദാബിയിലെ ഷോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തോ? ഇറങ്ങിച്ചെന്നോ? ഓഡിയൻസിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നോ? ചെന്നു അല്ലേ? മതി, എനിക്കറിയില്ലേ. നമുക്ക് ചോദിക്കാം. രഹനത്ത. രാഹുൽ, കണ്ണൊന്ന് തുടച്ചേ. ഒന്ന് ഒരു മിനിറ്റ്, ഒന്ന് ആ തേങ്ങലങ്ങ് പോട്ടെ. കഴിഞ്ഞു, അത് പോയി. ആ മുടിയൊന്നും ഇങ്ങനെ കാണിച്ചേ. നേരത്തെ അവിടെ നിന്ന് ധ്യാനത്തെ കാണിക്കണുണ്ടല്ലോ. എങ്ങനെയായിരുന്നു മുടിയുടെ? അതോ ജാവിസായിരുന്നോ അത്? നിങ്ങളുടെ രണ്ടുപേരുടെ ഏകദേശം മുടി ഇവിടെ. രാഹുലെ, എനിക്ക് അറിഞ്ഞാലുണ്ടല്ലോ, രാഹുൽ ആ ചിരി ഞങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ പ്ലേ ചെയ്യും കേട്ടോ. അപ്പം അവൻ ചിരിക്കും, അല്ലെ ഞാനൊന്നും കൂടി ചിരിപ്പിക്കും. മോൻ്റെ ഒരു പ്ലസ് ഇപ്പം ഞാനത്തെ പറയട്ടെ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ലാസ്റ്റ് മോന് ശബ്ദം ശരിക്കും ഇടറി വരുമായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ വായിക്കാൻ കമറുവിനോട് പറഞ്ഞില്ലേ? അതെന്താ? ശരിക്കും മോൻ സ്റ്റേജ് ഒരു പെർഫോമർ ആയതുകൊണ്ട്. കാരണം മോന് ആ സെക്കൻഡ് മോൻ പാടുകയാണെങ്കിൽ മോൻ്റെ ശബ്ദം ഇടറും. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള മോനാണത്. അത് മോനായതുകൊണ്ടാണ് ഞാനത് എത്രയും നോട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം അവിടെയാണെങ്കിൽ മോൻ ഇങ്ങനെ ആവില്ല. ഇത് ഒന്നും കൂടെ എൻഡ് ചെയ്യാൻ മോന് പറ്റൂലായിരുന്നു. അപ്പോൾ കമറിനോട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ പറയണമുണ്ടല്ലോ. മോന് ഒത്തിരി ഉയരത്തിലെത്തും മോനെ. അതിൻ്റെ ഒരു ഇതാണ് ആ കാണിച്ചത്. ശരിക്ക് സാരില്ല കേട്ടോ, നന്നായിട്ട് തന്നെ പാടി മോൻ. താങ്ക് യു രഹനത്ത.
ഫിറോസിക്ക, നമ്മുടെ രാഹുലൂട്ടൻ്റെ ഈ പാട്ടിനെ പറ്റിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പാട്ടിൽ. നീ അബുട്ടി മാഷ് പറഞ്ഞു തന്നെ ഒരു മികച്ച ഈണം, നല്ല ട്യൂണാണ് മോന് കൊടുത്തത്. ആ ടാലൻറ്റ് മനസ്സിലാക്കി ചെയ്തു തന്നൊരു ഈണമാണ്. അപ്പോൾ മോൻ അത്ര ടാലൻ്റ് ഉള്ളതുകൊണ്ടല്ലേ അത്ര ടഫായ ഒരു പ്ലാനൊക്കെ ഉള്ള ഒരു ട്യൂണ് മാഷ് ഇട്ട് തന്നത്. അത് മോൻ പാടി, ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളാകെ ചർച്ച ചെയ്തതും മോന് പിന്നെ വിഷമം തോന്നിയ ഒരു കാര്യം, മോന് വിഷമം തോന്നിയ എന്താ പറയുക, മോൻ നന്നായി പാടാമെന്ന് വളരെ ഈസി ആയിട്ട് പ്രതീക്ഷിച്ച ഒരാളാണ്. അത് കുറച്ചൊരു കുറവ് സംഭവിച്ചപ്പോൾ ഒരു പേടി കുടുങ്ങിയതാണ്, അതിൽ കരഞ്ഞു പോയതാണ്. കുട്ടി മനസ്സല്ലേ, നിങ്ങൾ കരയുമ്പോൾ ഞങ്ങളും കരഞ്ഞു പോകും ചിലപ്പോൾ. നന്നായി പാടി. ചില പ്ലാനുകൾ ഇങ്ങനെ താഴേക്ക് പാടുമ്പോൾ പ്ലാൻ വരുന്നുണ്ട്, തൊണ്ടയിൽ ഭൃഗ വരുന്നുണ്ട്, ഷിവർ ചെയ്യുന്നു ആ ഭൃഗ. അതായത് മോൻ്റെ ഒരു തെറിക്കുക എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ ഇങ്ങനെ നോട്ടിൽ നിന്ന് കുറച്ച് അത് ഗൗരവമല്ല, വളരെ ചെറുതായിട്ട്. ലിറിക്സൊക്കെ അബ്സല്യൂട്ട്ലി റൈറ്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിപ്പോയി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജ്ല, ഇപ്രാവശ്യം ബലൂൺ പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത് അല്ലേ? ബലൂൺ പാൻറ് ഇല്ലാണ്ട് എന്താഘോഷം രാഹുലിന്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഗുഡ് സിംഗിങ് ആയിരുന്നു രാഹുൽ. എന്തിനാ വെറുതെ കരയുന്നത്? കരയേണ്ട ഒരു ആവശ്യമില്ല. നല്ല നല്ല പോർഷൻസ് ഉണ്ടായിരുന്നു മോനെ ഇതിൽ. ത്രൂ ഔട്ടായിട്ട് ഒരു എല്ലാ സ്ഥലത്തും എൻഡിങ്ങിൽ നല്ലൊരു പ്ലാൻ പാടിയിട്ടുണ്ട്. ഭയങ്കര ടഫാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത് എല്ലാ പ്ലാൻസും. പിന്നെ മോന് ലാസ്റ്റ് വരുന്ന ആ ഒരു പ്രശ്നം കഴിഞ്ഞ മുന്നത്തെ റൗണ്ട്സിലൊന്നും അത്രയധികം പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ റൗണ്ടും ഇതുമാണ് മോന് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു എനർജി പോകുന്നത്. മോനൊന്ന് വോയിസ് അയൺ ഔട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നല്ല ഒരു കുറച്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ മോന് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. താങ്ക് യു സജ്ല. താങ്ക് യു ഓൾ ജഡ്ജസ്. രാഹുൽ, നീ കരച്ചിലെ മാറ്റിയാലേ ഞാൻ മാർക്ക് ചോദിക്കുള്ളൂ. ഗുഡ് ബോയ് ആയി. ചിരിച്ചേ ചിരിച്ചേ ശരി വന്നു. ഓക്കെ, കഴിഞ്ഞ റൗണ്ടിൽ എത്ര മാർക്കായിരുന്നു മോന്? 95.5. അപ്പോൾ ഈ റൗണ്ടിൽ എത്ര മാർക്സ് ആണെന്നുള്ള ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. രഹനത്ത 38.5. 38.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40 നമ്മുടെ രാഹുൽ ഊട്ടൻ എത്ര മാർക്സ് ആണ്? 39 ഔട്ട് ഓഫ് 40. സജ്ല ഔട്ട് ഓഫ് 20. മോന് ഇപ്രാവശ്യം ഞാൻ 18.5. 18.5 ഔട്ട് ഓഫ് 20. അങ്ങനെ നമ്മുടെ രാഹുലിന്റെ ഈ കുട്ടിപ്പാട്ട് കഴിഞ്ഞപ്പോൾ മോൻ ലഭിച്ചിട്ടുള്ളത് 96 ആണ് ഔട്ട് ഓഫ് 100. ഇവിടെ വടി കഴിഞ്ഞ റൗണ്ടിനേക്കാൾ കൂടുതൽ മാർക്കാ കിട്ടിയിട്ടില്ലേ? അടി വേണോ? ഇനി കരയരുത്, ഇനി ഞാൻ കരയൂ കേട്ടോ. ഷോ ചക്കരക്കുട്ടി, ഇനി കരയല്ലേ. നല്ല കുട്ടിയായിട്ട് അടുത്ത റൗണ്ടിലേക്ക് ഇനി ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം.